നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അഥവാ UNO പറ്റിയിട്ടാണ്. ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടന എന്നറിയപ്പെടുന്നത് ഐക്യരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്പോർട്സ് അല്ലാത്ത അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുണ്ട്, പഠിച്ചോളുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഐക്യരാഷ്ട്ര സംഘടന. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ആര്? ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന എന്നറിയപ്പെടുന്നത് ഐക്യരാഷ്ട്ര സംഘടന. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണിത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന എന്നറിയപ്പെടുന്നത് ഏതാ? ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഐക്യരാഷ്ട്ര സംഘടനയെ ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അതായത് സ്പോർട്സ് ഇതര അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ആര്? ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധത്തിന് ചുവട് പിടിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന എന്നറിയപ്പെടുന്നത് ആരാ? ഐക്യരാഷ്ട്ര സംഘടനയാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണമാണ്. ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയും രൂപീകരണവും 1920 ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച പാരീസ് സമാധാന സമ്മേളനത്തിന്റെ ഫലമായി 1920 ജനുവരി 10 സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 1920 ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചത് പാരീസ് സമാധാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് 1920 ജനുവരി 10 സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന ഏതാ? ലീഗ് ഓഫ് നേഷൻസ് ആണ്. ഇത് ഏത് സമ്മേളനത്തിന്റെ ഫലമായി ഉണ്ടായത്? പാരീസ് സമാധാന സമ്മേളനത്തിന്റെ ഫലമായിട്ടാണ്. ഇത് വന്ന വർഷം എത്രയാ? 1920 ജനുവരി മാസം 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ അല്ലെങ്കിൽ UNO മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNO മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന ഏതാണ്? ലീഗ് ഓഫ് നേഷൻസ് ആണ്. ലീഗ് ഓഫ് നേഷൻസ് എന്നാ സുഹൃത്തുക്കളെ നിലവിൽ വന്നത്? 1920 ജനുവരി മാസം 10 1941 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചു. ഫസ്റ്റ് പോയിന്റ്, 1941 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നു. അത് അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭാവിയിലെ യുദ്ധങ്ങൾ തടയുന്നതിനുമായ ഒരു യുദ്ധാനന്തര സംഘടന സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. 1941 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചു. ആ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് വെച്ച് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഭാവിയിലെ യുദ്ധങ്ങൾ തടയുന്നതിനുമായിട്ടൊരു യുദ്ധാനന്തര സംഘടന സ്ഥാപിക്കുവാനായിട്ട് അവര് ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ തീരുമാനിച്ചു. ഇതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു വാക്ക് കിട്ടി, അറ്റ്ലാന്റിക് ചാർട്ടർ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന്. 1941 ഓഗസ്റ്റ് മാസം 14 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലും ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രഖ്യാപനം അറിയപ്പെടുന്ന പേരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന്. അപ്പോൾ എന്താ അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1941 ഓഗസ്റ്റ് 14 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഈ പേര്
മേഖലകൾ പഠിച്ചു വെച്ചോളണേ. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാ? ഫ്രാങ്ക്ലിൻ ന്യൂസ്വെൽറ്റ്, അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലും ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രഖ്യാപനം അറിയപ്പെടുന്ന പേരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന്. അറ്റ്ലാന്റിക് ചാർട്ടറിന്റെ വേദി ചോദിച്ചാൽ ന്യൂ ഫൗണ്ട് ലാൻഡ്, കാനഡ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലാന്റിക് ചാർട്ടറിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂ ഫൗണ്ട് ലാൻഡ്, കാനഡയിലായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് ചാർട്ടർ. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. അറ്റ്ലാന്റിക് ചാർട്ടർ പുതുക്കിയ വർഷം 2021. ഇത് കറണ്ട് അഫേഴ്സ് മേഖലയിൽ അങ്ങ് പഠിച്ചു വെച്ചോളണം, ചോദിക്കും. അറ്റ്ലാന്റിക് ചാർട്ടർ പുതുക്കിയ വർഷം എത്രയാ? 2021 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1941 ഓഗസ്റ്റ് 14 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലും ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രഖ്യാപനം അറിയപ്പെടുന്ന പേരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന്. അറ്റ്ലാന്റിക് ചാർട്ടറിന്റെ വേദി ചോദിച്ചാൽ ന്യൂ ഫൗണ്ട് ലാൻഡ്, കാനഡ. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. അറ്റ്ലാന്റിക് ചാർട്ടർ പുതുക്കിയ വർഷം 2021 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലാന്റിക് ചാർട്ടർ പുതുക്കിയ വർഷം എത്രയാ? 2021 ആണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് അറ്റ്ലാന്റിക് ചാർട്ടറുമായി ബന്ധപ്പെട്ട 8 തത്വങ്ങളാണ്. മിക്കവാറും PSC ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് പഠിച്ചു വെക്കാം. അറ്റ്ലാന്റിക് ചാർട്ടറിന്റെ ഭാഗമായുള്ള 8 തത്വങ്ങൾ. യുദ്ധത്താൽ ദുരിതമനുഭവിക്കുന്നവരുടെ സമ്മതമില്ലാതെ പ്രാദേശിക മാറ്റങ്ങൾ അനുവദിക്കില്ല. യുദ്ധത്താൽ ദുരിതമനുഭവിക്കുന്നവരുടെ സമ്മതമില്ലാതെ പ്രാദേശിക മാറ്റങ്ങൾ അനുവദിക്കില്ല. എല്ലാ ജനങ്ങൾക്കും സ്വയം നിർണയ അവകാശം നൽകണം. എല്ലാ ജനങ്ങൾക്കും സ്വയം നിർണയ അവകാശം നൽകണം. എല്ലാ രാജ്യങ്ങൾക്കും അസംസ്കൃത വസ്തുക്കളുടെ തുല്യത ഉറപ്പാക്കണം. എല്ലാ രാജ്യങ്ങൾക്കും അസംസ്കൃത വസ്തുക്കളുടെ തുല്യത ഉറപ്പാക്കണം. എല്ലാ രാജ്യങ്ങളുടെയും ക്ഷേമത്തിനായി സാമ്പത്തിക സഹകരണം ഉറപ്പാക്കുക. എല്ലാ രാജ്യങ്ങളുടെയും ക്ഷേമത്തിനായിട്ട് സാമ്പത്തിക സഹകരണം ഉറപ്പാക്കുക. യുദ്ധാനന്തരം ആഗോള നിരായുധീകരണം കൊണ്ടുവരണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റും ഇതായിരിക്കും PSC ചോദിക്കാൻ സാധ്യതയുള്ളതും. അതുകൊണ്ട് പഠിച്ചു വെക്കണം. യുദ്ധാനന്തരം ആഗോള നിരായുധീകരണം കൊണ്ടുവരണം, അതായത് ആയുധങ്ങളെല്ലാം നിരോധിക്കണമെന്ന് അർത്ഥം കേട്ടോ. യുദ്ധഭൂമിയിൽ നിന്നും രാജ്യങ്ങളെ സംരക്ഷിക്കുക. യുദ്ധഭൂമിയിൽ നിന്നും രാജ്യങ്ങളെ സംരക്ഷിക്കുക. സമുദ്രങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കത്ത രീതിയിൽ സ്വതന്ത്രമാക്കുക. സമുദ്രങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന രീതിയിൽ സ്വതന്ത്രമാക്കുക. യുദ്ധം ബാധിച്ച രാജ്യങ്ങളിൽ സ്വയം ഭരണം പുനഃസ്ഥാപിക്കുക. യുദ്ധം ബാധിച്ച രാജ്യങ്ങളിൽ സ്വയം ഭരണം പുനഃസ്ഥാപിക്കുക. ഇത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നും. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് കേട്ടോ ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കുന്നത്. അപ്പോ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടർ എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിയേർഡായിട്ട് തോന്നും. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ സാധനം വായിക്കാനായിട്ട്. അപ്പൊ അറ്റ്ലാന്റിക് ചാർട്ടർ വരുന്നത് എപ്പോഴാ? നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ്. ആ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ലോകത്തുള്ള ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടറിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് ഒന്നുകൂടി ഞാൻ വായിക്കാം, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. യുദ്ധത്താൽ ദുരിതമനുഭവിക്കുന്നവരുടെ സമ്മതമില്ലാതെ പ്രാദേശിക മാറ്റങ്ങൾ അനുവദിക്കില്ല. എല്ലാ ജനങ്ങൾക്കും സ്വയം നിർണയ അവകാശം നൽകണം. എല്ലാ രാജ്യങ്ങൾക്കും അസംസ്കൃത വസ്തുക്കളുടെ തുല്യത ഉറപ്പാക്കണം. എല്ലാ രാജ്യങ്ങളുടെയും ക്ഷേമത്തിനായി സാമ്പത്തിക സഹകരണം ഉറപ്പാക്കുക. യുദ്ധാനന്തര ആഗോള നിരായുധീകരണം കൊണ്ടുവരണം. യുദ്ധഭയത്തിൽ നിന്നും രാജ്യങ്ങളെ സംരക്ഷിക്കണം. സമുദ്രങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിൽ സ്വതന്ത്രമാക്കുക. യുദ്ധം ബാധിച്ച രാജ്യങ്ങളിൽ സ്വയം ഭരണം പുനഃസ്ഥാപിക്കുക. ഇത്രയുമാണ് അറ്റ്ലാന്റിക് ചാർട്ടറിന്റെ 8 തത്വങ്ങൾ. പഠിച്ചു വെക്കുക. 1945 ജൂൺ 26 51 രാജ്യങ്ങൾ UN ചാർട്ടറിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് UN സ്ഥാപിതമായത്. പഠിച്ചോളണേ. 1945 ജൂൺ മാസം 26 തീയതി 51 രാജ്യങ്ങൾ UN ചാർട്ടറിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് UN സ്ഥാപിതമായത്. UN ചാർട്ടർ അതിന്റെ ഭൂരിഭാഗ സ്ഥാപക അംഗങ്ങൾ അംഗീകരിച്ചതിന് ശേഷം 1945
ഒക്ടോബർ മാസം 24-ാം തീയതി ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പോൾ നമ്മുടെ UNO അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം എന്തെന്ന് ചോദിച്ചാൽ 1945 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ്. ഇതിനു വേണ്ടിയിട്ട് 51 രാജ്യങ്ങൾ UN ചാർട്ടറിൽ ഒപ്പുവെച്ച വർഷം എത്രയാ? 1945 ജൂൺ മാസം 26-ാം തീയതി. ഇങ്ങനെ ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ചോളണേ. 51 രാജ്യങ്ങൾ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് എപ്പോഴാ? നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 1945 ജൂൺ മാസം 26-നായിരുന്നു. എന്നാൽ ഔദ്യോഗികമായിട്ട് നമ്മുടെ UNO അഥവാ യുണൈറ്റഡ് നേഷൻസ് നിലവിൽ വന്നതെന്ന 1945, അത് ഒക്ടോബർ മാസം 24-ാം തീയതിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം മാൻഹാട്ടൻ, ന്യൂയോർക്ക്. ഇത് അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് മാൻഹാട്ടൻ ആണ്. ഇത് എവിടെയാ? ന്യൂയോർക്ക് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാ ന്യൂയോർക്ക് നഗരം? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്താണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനമാണ് ജനീവ. പഠിച്ചോളണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ജനീവയിലാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സമ്മേളനങ്ങളാണ്. ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ സുഹൃത്തുക്കൾക്ക് ഉറപ്പിക്കാം. പണ്ട് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചൊരു മേഖലയാണിത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ. ആദ്യമായി നമുക്ക് നോക്കാനുള്ളതാണ് മോസ്കോ സമ്മേളനം. മോസ്കോ സമ്മേളനം നടന്ന വർഷം 1943 ഒക്ടോബർ മുതൽ നവംബർ വരെ ആയിരുന്നു. മോസ്കോ സമ്മേളനം നടന്നത് 1943 ഒക്ടോബർ മുതൽ നവംബർ വരെ ആയിരുന്നു. മോസ്കോ കോൺഫറൻസ് നടന്ന മോസ്കോ സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. മോസ്കോ കോൺഫറൻസ് നടന്ന മോസ്കോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ സുഹൃത്തുക്കളെ? റഷ്യയായിരുന്നു. മോസ്കോ കോൺഫറൻസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക, ചൈന. പഠിച്ചോളനെ, ഈ ചൈന മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള കാരണം അങ്ങോട്ട് പറഞ്ഞു തരാം. അപ്പോ മോസ്കോ സമ്മേളനം എന്ന് പറയുന്നത് 1943 ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് നടന്നത്. മോസ്കോ കോൺഫറൻസ് നടന്ന മോസ്കോ നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? റഷ്യ അല്ലെങ്കിൽ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ. മോസ്കോ കോൺഫറൻസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ആരൊക്കെയാ? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക, ചൈന എന്നിവരാണ്. ചൈന വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളണം. അടുത്തതാണ് തെഹ്റാൻ സമ്മേളനം. ഏതാണ്? തെഹ്റാൻ സമ്മേളനം. തെഹ്റാൻ സമ്മേളനം നടന്നത് 1943 നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ. പഠിച്ചോളനെ, തെഹ്റാൻ സമ്മേളനം നടന്ന വർഷം എത്രയാ? 1943 നവംബർ മാസം 28-ാം തീയതി മുതൽ ഡിസംബർ മാസം 1-ാം തീയതി വരെ. തെഹ്റാൻ സമ്മേളനം നടന്ന തെഹ്റാൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറാനാണ്. തെഹ്റാൻ സമ്മേളനം നടന്ന തെഹ്റാൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇറാനാണ്. തെഹ്റാൻ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ബ്രിട്ടൻ എന്നിവയാണ്. തെഹ്റാൻ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാ? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ അല്ലെങ്കിൽ അമേരിക്ക, ബ്രിട്ടൻ എന്നിവരാണ് തെഹ്റാൻ സമ്മേളനത്തിലെ പങ്കെടുത്തത്. അപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മോസ്കോ സമ്മേളനത്തിലെ സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, അമേരിക്ക, ചൈനയും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ തെഹ്റാൻ സമ്മേളനം ആയപ്പോഴത്തേക്കും ചൈനയെ നൈസിനങ്ങ് സൈഡിലാക്കിയിട്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കനും ബ്രിട്ടനും കൂടിയാണ് ഈ സമ്മേളനം അഥവാ തെഹ്റാൻ സമ്മേളനം നടത്തിയത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത സമ്മേളനമാണ് യാൾട്ട കോൺഫറൻസ്. 1945 ഫെബ്രുവരി 4 മുതൽ ഫെബ്രുവരി 11 വരെ. പഠിച്ചോളണേ. അടുത്ത സമ്മേളനത്തിന്റെ പേരെന്താ? യാൾട്ട കോൺഫറൻസ് അല്ലെങ്കിൽ യാൾട്ട സമ്മേളനം എന്നാണ്. 1945 ഫെബ്രുവരി മാസം 4 മുതൽ ഫെബ്രുവരി മാസം 11-ാം തീയതി വരെയാണ് യാൾട്ട കോൺഫറൻസ് നടന്നത്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം യാൾട്ട സമ്മേളനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം എന്നറിയപ്പെടുന്നത് ഏതാ? യാൾട്ട സമ്മേളനമാണ്. യാൾട്ട കോൺഫറൻസ് നടന്ന യാൾട്ട സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉക്രൈനാണ്. പഠിച്ചോളനെ, യാൾട്ട കോൺഫറൻസ് നടന്ന യാൾട്ട സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉക്രൈനാണ്. ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ സോവിയറ്റ് യൂണിയൻ എന്ന് കിടക്കും. കാരണം അക്കാലത്ത് ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം രൂപീകരിച്ചിട്ടില്ല. അന്ന് ഈ ഉക്രൈൻ എന്ന് പറയുന്നത് നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ചില ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ നമുക്ക് സോവിയറ്റ് യൂണിയൻ എന്ന് കാണും. അതും ശരി തന്നെയാണ്. ഇനി ഓപ്ഷനകത്ത് സോവിയറ്റ് യൂണിയൻ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ശരിയായിട്ടുള്ള ഉത്തരം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ് ഈ യാൾട്ട എന്ന് പറയുന്ന നഗരം. യാൾട്ട സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചില്, ജോസഫ് സ്റ്റാലിന്. ഓക്കെയാണ്.
യാൾട്ട സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയാ? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചില്, ജോസഫ് സ്റ്റാലിൻ എന്നിവയാണ്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, USA പ്രസിഡന്റ് ആണ്. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ജോസഫ് സ്റ്റാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ 3 വ്യക്തിത്വങ്ങളും ചേർന്നാണ് എന്ത് നടത്തിയത്? യാൾട്ട സമ്മേളനം നടത്തിയത്. ഓർത്തിരിക്കുക. ഒന്നുകൂടി പറയാം, യാൾട്ട കോൺഫറൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. യാൾട്ട കോൺഫറൻസ് നടന്നത് 1945 ഫെബ്രുവരി മാസം 4-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം എന്നറിയപ്പെടുന്നത് യാൾട്ട കോൺഫറൻസ് ആണ്. യാൾട്ട കോൺഫറൻസ് നടന്ന യാൾട്ട സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉക്രൈൻ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സോവിയറ്റ് യൂണിയൻ, അത് പണ്ടായിരുന്നു, ഇപ്പൊ ഉക്രൈൻ എന്നുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഉക്രൈൻ പഠിക്കുന്നതായിരിക്കും ഉചിതം. യാൾട്ട സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കള് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് USA, അതുപോലെ വിൻസ്റ്റൺ ചർച്ചിൽ എവിടെയാണ്? ബ്രിട്ടനെ പ്രതിനിധീകരിച്ചു. അതുപോലെ ജോസഫ് സ്റ്റാലിൻ എന്താണ്? സോവിയറ്റ് യൂണിയനെയും പ്രതിനിധീകരിച്ചു. പഠിക്കുക. അടുത്ത സമ്മേളനമാണ് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. 1945 ഏപ്രിൽ മാസം 25 മുതൽ ജൂൺ മാസം 26 വരെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം 1945 ഏപ്രിൽ മാസം 25 മുതൽ ജൂൺ മാസം 26 വരെ. UN ചാർട്ടർ ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച സമ്മേളനം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. UN ചാർട്ടർ ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച സമ്മേളനം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. 50 രാജ്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. എത്ര രാജ്യങ്ങളാ ഈ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്? 50 രാജ്യങ്ങളാണ്. ഇതേ സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ഇന്ത്യയും UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. പഠിച്ചോളണേ, UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 50 ആണ്. ആ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ച് തന്നെ UN ചാർട്ടറിൽ ഈ 50 രാജ്യങ്ങളും ഒപ്പുവെക്കുന്നു. അതിൽ ഒരാൾ ആരാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തിത്വം രാമസ്വാമി മുതലിയാറാണ്. പഠിച്ചോളണേ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാണ്? രാമസ്വാമി മുതലിയാറാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് ഓർത്തു വെക്കുക. അപ്പോ നമുക്ക് പുതിയൊരു വാക്ക് കിട്ടി, UN ചാർട്ടർ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് UN ചാർട്ടർ എന്ന്. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക രേഖ എന്നും ഭരണഘടന എന്നും അറിയപ്പെടുന്നത് UN ചാർട്ടർ ആണ്. ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ സഭയുടെ സ്ഥാപക രേഖ എന്നും ഭരണഘടന എന്നും അറിയപ്പെടുന്നത് UN ചാർട്ടർ ആണ്. UN ചാർട്ടറിന്റെ ആമുഖം തയ്യാറാക്കിയത് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. പഠിച്ചോളണേ, UN ചാർട്ടറിന്റെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. UN ചാർട്ടറിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. പഠിച്ചോളണേ, UN ചാർട്ടറിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. UN ചാർട്ടർ ഭരണഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24-ാം തീയതി. UN ചാർട്ടറിന്റെ ഭരണഘടന നിലവിൽ വന്നത് എത്രയിലാ? 1945 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ്. UN ചാർട്ടർ ഭേദഗതി ചെയ്തത് 3 തവണയാണ്. പഠിച്ചോളണേ, UN ചാർട്ടർ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വർഷമാ? 1963, 1965, 1973. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. PSC ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു പോയിന്റ് ആണ്. UN ചാർട്ടർ ഭേദഗതി ചെയ്തത് എത്ര തവണയാ? 3 തവണയാണ്. ഏതൊക്കെ വർഷങ്ങളിലാ? 1963, 1965, 1973. UN ചാർട്ടറിലെ അനുച്ഛേദങ്ങളുടെ എണ്ണം 111. UN ചാർട്ടറിലെ അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാ? 111 ആണ്. UN ചാർട്ടറിലെ ചാപ്റ്ററുകളുടെ എണ്ണം 19. UN ചാർട്ടറിലെ ചാപ്റ്ററുകളുടെ എണ്ണം എത്രയാണ്? 19 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. UN ചാർട്ടറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക രേഖ എന്നും ഭരണഘടന എന്നും അറിയപ്പെടുന്നത് UN ചാർട്ടർ. UN ചാർട്ടറിന്റെ ആമുഖം തയ്യാറാക്കിയത് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. UN ചാർട്ടറിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. UN ചാർട്ടർ ഭരണഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ മാസം 24-ാം തീയതി. UN ചാർട്ടർ ഭേദഗതി ചെയ്തത് 3 തവണയാണ്. ഏതൊക്കെ വർഷങ്ങളാ? 1963, 1965, 1973. UN ചാർട്ടർ അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? 111 ആണ്. UN ചാർട്ടറിന്റെ ചാപ്റ്ററുകളുടെ എണ്ണം എത്രയാണ്? 19 ആണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് UN ചാർട്ടറിന്റെ പ്രധാന അനുച്ഛേദങ്ങളാണ്. മൊത്തം അനുച്ഛേദങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, പക്ഷേ പ്രധാനപ്പെട്ട ഒരു 5 അനുച്ഛേദം നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനുച്ഛേദം 3 മുതൽ 6 വരെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള അംഗത്വം.
അനുച്ഛേദം 3 മുതൽ 6 വരെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഒരു രാജ്യത്തിന്റെ അംഗത്വത്തെ പറ്റിയിട്ടാണ്. അനുച്ഛേദം 9 മുതൽ 22 വരെ പൊതുസഭയെ പറ്റി പറയുന്നു. അനുച്ഛേദം 9 മുതൽ 22 വരെ പൊതുസഭയെ പറ്റി പറയുന്നു. അനുച്ഛേദം 55 മുതൽ 60 വരെ അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹിക സഹകരണത്തെ പറ്റി പറയുന്നു. അനുച്ഛേദം 55 മുതൽ 60 വരെ അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹിക സഹകരണത്തെ പറ്റി പറയുന്നു. അനുച്ഛേദം 75 മുതൽ 85 വരെ ഇന്റർനാഷണൽ ട്രസ്റ്റിഷിപ്പ് സിസ്റ്റത്തെ പറ്റി പറയുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അനുച്ഛേദം 75 മുതൽ 85 വരെ ഇന്റർനാഷണൽ ട്രസ്റ്റിഷിപ്പ് സിസ്റ്റത്തെ പറ്റി പറയുന്നു. അനുച്ഛേദം 97 മുതൽ 101 വരെ UN സെക്രട്ടേറിയറ്റിനെ പറ്റി പറയുന്നു. അനുച്ഛേദം 97 മുതൽ 101 വരെ UN സെക്രട്ടേറിയറ്റിനെ പറ്റി പറയുന്നു. ഇത്രയെങ്കിലും മിനിമം നമ്മൾ UN ചാർട്ടറിന്റെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഡിഗ്രി പ്രിലിംസ് മാത്രമല്ല ഡിഗ്രി മെയിൻസും കൂടെ നോക്കി പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വ്യക്തമായിട്ട് ഈ 5 അനുച്ഛേദങ്ങളും പഠിച്ചു വെച്ചോളണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അനുച്ഛേദം 3 മുതൽ 6 വരെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള അംഗത്വം. അനുച്ഛേദം 9 മുതൽ 22 വരെ പൊതുസഭയെ പറ്റി പറയുന്നു. അനുച്ഛേദം 55 മുതൽ 60 വരെ അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹ്യ സഹകരണത്തെ പറ്റി പറയുന്നു. അനുച്ഛേദം 75 മുതൽ 85 വരെ ഇന്റർനാഷണൽ ട്രസ്റ്റിഷിപ്പ് സിസ്റ്റത്തെ പറ്റി പറയുന്നു. അനുച്ഛേദം 97 മുതൽ 101 വരെ UN സെക്രട്ടേറിയറ്റിനെ പറ്റിയും പറയുന്നു. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് UNOയും സ്ഥാപക രാജ്യങ്ങളുമാണ്. UNOയും സ്ഥാപക രാജ്യങ്ങളും. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിത്വം ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിത്വം ആരാ? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളുടെ എണ്ണം 51 ആണ്. ചില ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ 50 എന്നും കാണും. അതിനുള്ള കാരണം പറയാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 51 ആണ്. 51ാമതായി ഒപ്പുവെച്ച രാജ്യം പോളണ്ട് ആണ്. പോളണ്ട് ഒരല്പം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്ന UNOയുടെ സ്ഥാപക രാജ്യങ്ങളായിട്ട് ഒപ്പുവെച്ചത്. അതൊന്ന് ഓർത്തു വെച്ചേ. അതുകൊണ്ടാണ് ചില ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ 50 എന്ന് കിടക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം 51 ആണ്. അപ്പോ 51ാമതായി ഒപ്പുവെച്ച രാജ്യം ആരാണ്? അത് പോളണ്ട് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 193 ആണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 193 ആണ്. അവസാനമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ രാജ്യം ദക്ഷിണ സുഡാൻ ആണ്. 2011 ടിൽ നൗ ഇതുവരെയും അങ്ങനെ തന്നെയാണ്. അവസാനമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ രാജ്യം ചോദിച്ചാൽ അത് ദക്ഷിണ സുഡാൻ ആണ്. വർഷം 2011 ആണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗമായ 190ാമത്തെ രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. അത് 2002ലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗമായ 190ാമത്തെ രാജ്യം ഏതാ? സ്വിറ്റ്സർലൻഡ് ആണ്. അത് സ്ഥാപിതമായത് 2002ലാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായ 191ാമത്തെ രാജ്യം കിഴക്കൻ തിമൂർ ആണ്. അതും 2002 തന്നെയാണ് നമ്മുടെ UNOയുടെ ഭാഗമായി തീർന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായ 191ാമത്തെ രാജ്യം ഏതാ? കിഴക്കൻ തിമൂർ ആണ്. ഇത് 2002ലാണ് UNOയുടെ ഭാഗമായത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗമായ 192ാമത്തെ രാജ്യം എന്ന് പറയുന്നത് മോണ്ടിനെഗ്രോയാണ്. വർഷം 2006ലാണ് മോണ്ടിനെഗ്രോ UNOയുടെ ഭാഗമായി മാറിയത്. ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗമായ 192ാമത്തെ രാജ്യം എന്നറിയപ്പെടുന്നത് ആരാ? മോണ്ടിനെഗ്രോയാണ്. മോണ്ടിനെഗ്രോ 2006ലാണ് UNOയുടെ ഭാഗമായി തീർന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക സുഹൃത്തുക്കളെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ 194ാമത് അംഗമായി സാധ്യതാ പട്ടികയിലുള്ള രാജ്യം പാലസ്തീനാണ്. 2024 കേസാണ് പറയുന്നത്. 2024 കണക്ക് പ്രകാരം ഐക്യരാഷ്ട്ര സംഘടനയുടെ 194ാമത് അംഗമായി സാധ്യതാ പട്ടികയിലുള്ള രാജ്യം ഏതാണ്? പാലസ്തീനാണ്. പാലസ്തീനിലെ ഗവൺമെന്റുമായിട്ട് ചർച്ചകൾ നടത്തി വരികയാണ് UNO. ഇതുവരെയും അത് ഫലവത്തായിട്ട് കണ്ടിട്ടില്ല. UNOയുടെ ഭാഗമാണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ രാജ്യം അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. എന്നാലും ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 194ാമത് അംഗമാകുന്ന സാധ്യതാ പട്ടികയിലുള്ള രാജ്യം ഏതാണ്? അത് പാലസ്തീൻ ആണ്. പാലസ്തീൻ അത് ഇതുവരെയും UNOയുടെ അംഗമായിട്ടില്ല. പക്ഷേ 2024 അംഗമാകാൻ സാധ്യതയുള്ള പട്ടികയിൽ ആര് കിടപ്പുണ്ട്?
പാലസ്തീൻ കിടപ്പുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപന വേളയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം 26. ഇമ്പോർട്ടന്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപന വേളയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 26. ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ 29ാമത്തെ രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. പഠിച്ചോളനെ, പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പണ്ടുകാലത്ത് ഒത്തിരി തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 29ാമത്തെ രാജ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി അംഗമായ ഇന്ത്യയുടെ അയൽ രാജ്യം ചൈനയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായി ചോദിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യത്തെ അംഗമായ ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. UN അംഗത്വമില്ലാത്ത ഏഷ്യൻ രാജ്യം എന്നറിയപ്പെടുന്നത് തായ്വാനാണ്. UN അംഗത്വമില്ലാത്ത ഏഷ്യൻ രാജ്യം എന്നറിയപ്പെടുന്നത് ആരാ? തായ്വാനാണ്. UN അംഗത്വമില്ലാത്ത യൂറോപ്യൻ രാജ്യം എന്നറിയപ്പെടുന്നത് വത്തിക്കാൻ അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റിയാണ്. UN അംഗത്വമല്ലാത്ത യൂറോപ്യൻ രാജ്യം എന്നറിയപ്പെടുന്നത് വത്തിക്കാൻ സിറ്റിയാണ്. UN നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം എന്ന് ചോദിച്ചാൽ അത് തായ്വാനാണ്. വർഷം 1971. അതിനുശേഷം അവർ പിന്നെ തിരിച്ചു കയറാൻ ശ്രമിച്ചിട്ടുമില്ല. UN നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം എന്നറിയപ്പെടുന്നത് തായ്വാനാണ്. വർഷം 1971 ഇത് സംഭവിച്ചത്. അതിനുശേഷം പിന്നെ തായ്വാൻ UN കയറുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ ചെലുത്തിയിട്ടുമില്ല. UN നിന്നും പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യം യുഗോസ്ലാവിയയാണ്. വർഷം 1999. UN നിന്നും പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യം ഏതാ സുഹൃത്തുക്കളെ? യുഗോസ്ലാവിയയാണ്. വർഷം 1999. ഇപ്പോൾ UN ഭാഗമല്ലാത്ത രാജ്യങ്ങളുടെ എണ്ണം 7. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇപ്പോഴും UN ഭാഗമല്ലാത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7. വീണ്ടും പറയുന്നു, ഇപ്പോഴും UN ഭാഗമല്ലാത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ചിഹ്നത്തിനെ പറ്റിയിട്ടാണ്. ഐക്യരാഷ്ട്രസഭയുടെ ചിഹ്നം, ഐക്യരാഷ്ട്രസഭയുടെ പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ മാസം 20 പഠിച്ചോളണേ. ഐക്യരാഷ്ട്രസഭയുടെ പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ മാസം 20 ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്താ സുഹൃത്തുക്കളെ? ഇളം നീല നിറമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പതാകയിൽ കാണുന്നത് ഒലീവ് ശാഖകൾക്കിടയിലുള്ള ഉത്തര ധ്രുവത്തിന്റെ ലോകഭൂപടം. പഠിച്ചു വെച്ചോളണം, തെറ്റിപ്പോകും. ഐക്യരാഷ്ട്രസഭയുടെ പതാകയിൽ കാണുന്നത് ഒലീവ് ശാഖകൾക്കിടയിലുള്ള ഉത്തര ധ്രുവത്തിന്റെ ലോകഭൂപടമാണ്. ഏത് ധ്രുവത്തിന്റെ ലോകഭൂപടമാണ് സുഹൃത്തുക്കളെ? ഉത്തര ധ്രുവത്തിന്റെ ലോകഭൂപടമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പതാക ഡിസൈൻ ചെയ്ത വ്യക്തി ഒലിവർ ലിങ്കൻ ലാൻഡ്ക്വിസ്റ്റ് ആണ്. പഠിച്ചോളണേ, ഐക്യരാഷ്ട്രസഭയുടെ പതാക ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ്? ഒലിവർ ലിങ്കൻ ലാൻഡ്ക്വിസ്റ്റ് ആണ്. പേരൊന്നുകൂടെ പറയുന്നു, ഒലിവർ ലിങ്കൻ ലാൻഡ്ക്വിസ്റ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താ? ഇത് നിങ്ങളുടെ ലോകം എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ പതാക പകുതി താഴ്ത്തി കെട്ടിയത് ഏത് ലോക നേതാവിന്റെ മരണത്തെ തുടർന്നാണ്? മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്ന്. പഠിച്ചോളണേ, ഐക്യരാഷ്ട്രസഭയുടെ പതാക പകുതി താഴ്ത്തി കെട്ടിയത് ഏത് ലോക നേതാവിന്റെ മരണത്തെ തുടർന്നാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഐക്യരാഷ്ട്രസഭയും ഭാഷകളുമാണ്. ഐക്യരാഷ്ട്രസഭയും ഭാഷകളും. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഏതാ സുഹൃത്തുക്കളെ? 6. ഇവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക് എന്നിവയാണ്. ശ്രദ്ധിച്ചോളുക, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാ? 6. അവർ ഏതൊക്കെയാ? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക് എന്നിവയാണ്. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈസി കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. കോഡ് ഇത്രയേ ഉള്ളൂ. ഫ്രെസ്ക എന്നങ്ങ് പഠിച്ചു വെക്കുക. എന്തെന്നാണ്? ഫ്രെസ്ക എന്ന പേരങ്ങ് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും 1 മാർക്കിനുള്ള ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രണ്ണമാ? 6. അത് പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? ഫ്രെസ്ക എന്നങ്ങ് പഠിച്ചു വെക്കുക. FRESCA ഫ്രെസ്ക എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിഷ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിച്ച ഭാഷ അറബിക് ഭാഷ. വർഷം 1973. വർഷം ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിച്ച ഭാഷ എന്നറിയപ്പെടുന്നത് ഏതാണ്? അറബി ഭാഷയാണ്. അറബി ഭാഷ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷയിലേക്ക് എത്തപ്പെട്ട വർഷം എത്രയാ?
1973 ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയും. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാ? ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ ഫ്രഞ്ച് ഭാഷയുമാണ്. ഒരു ഐക്യരാഷ്ട്ര പ്രതിനിധിക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളണേ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ കയറി ചോദിക്കും. ഒരു ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധിക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാം. പ്രാസംഗികന്റെ ഭാഷ അതേ സമയത്ത് തന്നെ ഔദ്യോഗിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നു. അതും ഇമ്പോർട്ടന്റ് ആണ്. പ്രാസംഗികന്റെ ഭാഷ അതേ സമയത്ത് തന്നെ ഔദ്യോഗിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നു. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ നമ്മുടെ മാതാ അമൃതാനന്ദമയ്യാണ് ആദ്യമായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ സംസാരിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്നതിന് അവിടുത്തെ ഔദ്യോഗിക ഭാഷയുടെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാൻ കഴിയും. അത് അപ്പോ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയിൽ വിവർത്തനം ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. നയതന്ത്ര ഭാഷ എന്ന രീതിയിൽ ഫ്രഞ്ച് ഭാഷ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയിൽ അംഗമായി. നയതന്ത്ര ഭാഷ എന്ന രീതിയിൽ ഫ്രഞ്ച് ഭാഷ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയുടെ ഭാഗമായി. 20 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ എന്ന രീതിയിൽ സ്പാനിഷ് ഭാഷയും UN-ന്റെ ഔദ്യോഗിക ഭാഷയായി. ഓരോ ഭാഷകൾ വരുന്ന രീതിയാണ് കേട്ടോ പറഞ്ഞത്. 20 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ എന്ന രീതിയിൽ സ്പാനിഷ് ഭാഷയും എന്തിന്റെ ഭാഗമായി? UN-ന്റെ ഔദ്യോഗിക ഭാഷയുടെ ഭാഗമായി. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന രീതിയിൽ ചൈനീസ് ഭാഷയും UN-ന്റെ ഔദ്യോഗിക ഭാഷയായി മാറി. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്നുള്ള രീതിയിൽ ചൈനീസ് ഭാഷയും UN-ന്റെ ഔദ്യോഗിക ഭാഷയായി. UN-ന്റെ രൂപീകരണ പങ്കാളിത്തത്തിന്റെ പേരിൽ റഷ്യൻ ഭാഷയും UN-ന്റെ രൂപീകരണ പങ്കാളിത്തത്തിന്റെ പേരിൽ റഷ്യൻ ഭാഷയും UN-ന്റെ ഔദ്യോഗിക ഭാഷയായി മാറി. UN-ന്റെ രൂപീകരണ പങ്കാളിത്തത്തിന്റെ പേരിൽ റഷ്യൻ ഭാഷയും എന്തിന്റെ ഭാഗമായി മാറി? നമ്മുടെ UN-ന്റെ ഭാഗമായി മാറി. പിന്നെയുള്ള ഒരാളാരാ? ഇംഗ്ലീഷ് ഭാഷയാണ്. യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത് തന്നെ ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ ഓൾറെഡി ആരുടെ ഭാഗമായി തീർന്നിരുന്നു? UN-ന്റെ ഔദ്യോഗിക ഭാഷകളുടെ ഭാഗമായി തീർന്നിരുന്നു. അതുകൂടെ സുഹൃത്തുക്കളെന്ന് ഓർത്തു വെക്കുക. ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എങ്ങനെയാണ് ഈ 6 ഭാഷകളും നമ്മുടെ UN-ന്റെ ഭാഗമായത് അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷയായി മാറിയെന്ന് ചോദിച്ചാൽ, നയതന്ത്ര ഭാഷ എന്ന രീതിയിൽ ഫ്രഞ്ച് ഭാഷ UN-ന്റെ ഭാഗമായി. 20 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ എന്ന രീതിയിൽ സ്പാനിഷ് ഭാഷയും UN-ന്റെ ഭാഗമായി. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന രീതിയിൽ ചൈനീസ് ഭാഷ UN-ന്റെ ഔദ്യോഗിക ഭാഷയായി മാറി. ഇനി UN-ന്റെ രൂപീകരണ പങ്കാളിത്തത്തിന്റെ പേരിൽ റഷ്യൻ ഭാഷയും എവിടെ കയറി? UN-ന്റെ ഔദ്യോഗിക ഭാഷയുടെ ഭാഗമായി മാറി. പിന്നെ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ആദ്യകാലം മുതൽക്കേ ആരുടെ ഭാഗം തന്നെയായിരുന്നു? നമ്മുടെ UN-ന്റെ ഔദ്യോഗിക ഭാഷയുടെ ഭാഗമായിരുന്നു. പഠിക്കുക. ഇനിയാണ് നമ്മൾ UNOയുടെ കോർ ഭാഗത്തേക്ക് കടക്കാൻ പോകുന്നത്. അതായത് UN-ന്റെ പ്രധാന ഘടകങ്ങൾ. ഈ ഭാഗത്ത് നിന്ന് മാത്രം PSC 4ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രിലിംസ് എക്സാമുകൾക്ക്. അതുകൊണ്ട് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കോർ മേഖലയായ UN-ന്റെ പ്രധാന ഘടകങ്ങൾ. പ്രധാനമായും UN 6 ഘടകങ്ങളാണുള്ളത്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസഭ അഥവാ ജനറൽ അസംബ്ലി, രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി അഥവാ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ സെക്രട്ടേറിയറ്റ്, അതുപോലെ പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. എന്തിനാ ഇംഗ്ലീഷ് കൂടെ ചേർത്ത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പൊതുസഭ എന്ന് പറയൂല, ജനറൽ അസംബ്ലി എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷും കൂടെ പഠിച്ചു പോയേ പറ്റുള്ളൂ. ഒന്നുകൂടി പറയാം, പൊതുസഭ അഥവാ ജനറൽ അസംബ്ലി, രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി അഥവാ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസില്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്, അതുപോലെ പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇത്രയുമാണ് UN-ന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ആദ്യമായിട്ട് നമുക്ക് നോക്കാം പൊതുസഭ അഥവാ ജനറൽ അസംബ്ലി. പൊതുസഭ അഥവാ ജനറൽ അസംബ്ലി UN-ന്റെ ഏറ്റവും വലിയ ഘടകം എന്നറിയപ്പെടുന്നത് പൊതുസഭ. UN-ന്റെ ഏറ്റവും വലിയ ഘടകം എന്നറിയപ്പെടുന്നത് ആരാ? പൊതുസഭയാണ്. ലോക പാർലമെന്റ് എന്ന് വിശേഷണമുള്ള UN-ന്റെ ഘടകം പൊതുസഭയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക പാർലമെന്റ് എന്ന് വിശേഷണമുള്ള UN-ന്റെ ഘടകം ഏതാ? പൊതുസഭയാണ്. വാക് ഫാക്ടറി എന്ന് പരിഹാസ പേരിൽ അറിയപ്പെടുന്ന ഘടകം പൊതുസഭയാണ്. വാക് ഫാക്ടറി എന്ന പേരിൽ പരിഹാസ പേരിൽ അറിയപ്പെടുന്ന ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് UN-ന്റെ പൊതുസഭയാണ്. ലോക സമ്മേളന നഗരി എന്നും UN-ന്റെ കാര്യവിചാര സഭ എന്നും അറിയപ്പെടുന്നത് പൊതുസഭയാണ്. ലോക സമ്മേളന നഗരി എന്നും UN-ന്റെ കാര്യവിചാര സഭ എന്നും അറിയപ്പെടുന്നത് ആരാണ്?
പൊതുസഭയാണ്. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? ന്യൂയോർക്കിലാണ്. യുഎന്റെ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക യുഎൻ ഘടകം എന്നറിയപ്പെടുന്നത് പൊതുസഭയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളണം. ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിൽ വന്നു കയറും. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക. യുഎന്റെ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും ഒരുപോലെ പ്രാതിനിധ്യമുള്ള ഏക യുഎന്റെ ഘടകം എന്ന് ചോദിച്ചാൽ അത് പൊതുസഭയാണ്. ഒരു അംഗരാഷ്ട്രത്തിന് പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ അയക്കുവാൻ കഴിയുന്നു. പഠിച്ചോളനെ, ഒരു അംഗരാഷ്ട്രത്തിന് പൊതുസഭയിലേക്ക് എത്ര അംഗങ്ങളെ അയക്കാൻ കഴിയും? 5 അംഗങ്ങളെ അയക്കുവാൻ കഴിയും. പഠിക്കുക. പൊതുസഭയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾക്ക് ഒരു അംഗരാഷ്ട്രത്തിന് ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് പറഞ്ഞതിന്റെ കാരണം എന്താ? പൊതുസഭയിലേക്ക് ഒരു അംഗരാഷ്ട്രത്തിന് 5 അംഗങ്ങളെ വരെ നമുക്ക് നിയമിക്കാൻ കഴിയും. എന്നാൽ പൊതുസഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിന് അംഗരാഷ്ട്രങ്ങൾക്ക് ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചിരിക്കുക. പൊതുസഭയിലേക്ക് ഒരു അംഗരാജ്യത്തിന് 5 അംഗങ്ങളെ അവരുടെ പ്രതിനിധിയായിട്ട് അയക്കാൻ കഴിയും. എന്നാൽ ആ പൊതുസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ പ്രമേയത്തിന് വേണ്ടിയിട്ട് അംഗീകാരം നൽകാനുള്ള വോട്ട് എത്ര എണ്ണമേ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു അംഗരാഷ്ട്രത്തിന് ഒരു വോട്ട് എന്നുള്ള രീതിയിലേ ചെയ്യാൻ കഴിയുള്ളൂ. യുഎൻ പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം. യുഎൻ പൊതുസഭയില് പ്രമേയങ്ങൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം എത്രയാ? 3/2 ഭൂരിപക്ഷമാണ്. യുഎൻ പൊതുസഭയിലെ അംഗങ്ങൾക്ക് വീറ്റോ അധികാരമില്ല. വീണ്ടും വന്നിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്. യുഎൻ പൊതുസഭയിലെ അംഗങ്ങൾക്ക് എന്തധികാരമില്ല? വീറ്റോ അധികാരമില്ല. എന്തധികാരമില്ല? വീറ്റോ അധികാരമില്ല. ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, സുരക്ഷാ കൗൺസിലിലെ റൊട്ടേറ്റിംഗ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, ലോക സമൂഹത്തിന്റെ വീക്ഷണങ്ങൾ അറിയിക്കുന്ന നോൺ ബൈൻഡിംഗ് പ്രമേയങ്ങൾ അംഗീകരിക്കുന്നത്, ഇതെല്ലാം എവിടെയാണ്? പൊതുസഭയിലാണ് നടക്കുന്നത്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, സുരക്ഷാ കൗൺസിലിലെ റൊട്ടേറ്റിംഗ് അംഗങ്ങളുടെ തിരഞ്ഞെടുക്കൽ നടക്കുന്നത്, ലോക സമൂഹത്തിന്റെ വീക്ഷണങ്ങൾ അറിയുന്ന നോൺ ബൈൻഡിംഗ് പ്രമേയങ്ങൾ അംഗീകരിക്കുന്നത്, ഇതെല്ലാം എവിടെ വെച്ചാണ്? പൊതുസഭയിൽ വെച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, സുരക്ഷാ കൗൺസിലിലെ റൊട്ടേറ്റിംഗ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, ലോക സമൂഹത്തിലെ വീക്ഷണങ്ങൾ അറിയുന്നതിനുള്ള നോൺ ബൈൻഡിംഗ് പ്രമേയങ്ങൾ അംഗീകരിക്കുന്നത്, ഇതെല്ലാം എവിടെ വെച്ചാ? പൊതുസഭയിൽ വെച്ചാണ്. പഠിക്കുക. പൊതുസഭയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി 1 വർഷമാണ്. പഠിച്ചോളണേ. നമ്മുടെ യുഎന്റെ പൊതുസഭയിലെ പ്രസിഡന്റിന്റെയും അതുപോലെ വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി എത്രയാണ്? 1 വർഷമാണ്. യുഎൻ പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം 7 ആണ്. യുഎൻ പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. യുഎൻ പൊതുസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ലണ്ടനിലാണ്. വർഷം 1946. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ. യുഎൻ പൊതുസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചാണ്. വർഷം എത്രയാ? 1946. യുഎൻ പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ് പോൾ ഹെൻറി സ്പാക്ക് ആണ്. ഇദ്ദേഹം ബെൽജിയംകാരനാണ്. യുഎന്റെ പൊതുസഭയുടെ ആദ്യത്തെ പ്രസിഡന്റായ വ്യക്തി ആരാണ്? പോൾ ഹെൻറി സ്പാക്ക് ആണ്. ഇദ്ദേഹം ബെൽജിയംകാരനായ വ്യക്തിത്വമാണ്. യുഎൻ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അല്ലെങ്കിൽ ഇന്ത്യക്കാരി ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. വർഷം 1953. ഈ 2 പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിച്ചോളുക. യുഎൻ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ എന്നറിയപ്പെടുന്നത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. വർഷം എത്രയാ? 1953 ആണ്. യുഎൻ പൊതുസഭയുടെ 8ാമത്തെ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. പഠിച്ചോളണേ. യുഎൻ പൊതുസഭയുടെ 8ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ആര് വന്നത്? വിജയലക്ഷ്മി പണ്ഡിറ്റ് വന്നത്. യുഎൻ പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നതും വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. യുഎൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് രക്ഷാസമിതി. ഏറ്റവും കൂടുതൽ PSC ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് രക്ഷാസമിതി. ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാനവും ശക്തവുമായ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതി. ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാനവും ശക്തവുമായ ഘടകം എന്നറിയപ്പെടുന്നത് ആരാ? രക്ഷാസമിതിയാണ്. യുഎന്നിന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. യുഎന്നിന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. എന്തുകൊണ്ടാണ്
ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് എന്ന് വെച്ചാൽ ലോക രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വാല്യൂ ആണ് അല്ലേ കൊടുക്കുന്നത് UN. അതായത് ലോകത്ത് UN ഭാഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിയമം ഒന്നിച്ച് പ്രവർത്തിക്കണം. എന്നാൽ ഈ പറയുന്ന രക്ഷാസമിതിയുടെ കേസ് വരുമ്പോഴത്തേക്കും 5 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, രക്ഷാസമിതിയിൽ അംഗങ്ങളായിരിക്കും. അവരാണ് UN മൊത്തം കാര്യം നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് UN ജനാധിപത്യ വിരുദ്ധ ഘടകമാണ്, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടൊരു കാര്യമാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് UN ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന പേരിൽ ആരറിയപ്പെടുന്നത്, രക്ഷാസമിതി അറിയപ്പെടുന്നത്. UN ഭരണനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. UN ഭരണനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഘടകം എന്നറിയപ്പെടുന്നത് ആരാ, രക്ഷാസമിതിയാണ്. ഒരു രാജ്യത്തിന് അംഗത്വം നൽകുവാനുള്ള സുപ്രധാന തീരുമാനമെടുക്കുന്നത്, അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതും രക്ഷാസമിതിയാണ്. ഒരു രാജ്യത്തിന് അംഗത്വം നൽകുവാനുള്ള സുപ്രധാന തീരുമാനമെടുക്കുന്നതും അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതും ആരാ, രക്ഷാസമിതിയാണ്. രക്ഷാസമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 തന്നെയാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് രക്ഷാസമിതിയും അംഗരാജ്യങ്ങളും. രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 15. രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്, 15 ആണ്. രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങളുടെ എണ്ണം 5 ആണ്. അതാണ് ഞാൻ നേരത്തെ 5 എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള 10 പേരെന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ നമുക്ക് കൂട്ടേണ്ട കാര്യമില്ല. രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളുടെ എണ്ണം എത്രയാണ്, 5 ആണ്. ഇവരെ വിളിക്കുന്ന പേരാണ് P5 നേഷൻസ് എന്ന്. കേട്ടോ, ഓർക്കണേ. രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങളുടെ എണ്ണം എത്രയാ, 5 ആണ്. എന്നാൽ മൊത്തം എത്ര അംഗങ്ങളുണ്ട്, 15 അംഗങ്ങളുണ്ട്. അതിൽ 10 പേര് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ 5 പേരെന്താണ്, സ്ഥിരമായിട്ട് അവിടെ തന്നെ ഇരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത് രക്ഷാസമിതി എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് UN എന്ന് പറയാനുള്ള കാരണം. ഇനി ഈ രക്ഷാസമിതിയിലെ 5 അംഗങ്ങളെയും വിളിക്കപ്പെടുന്ന പേരെന്താണ്, P5 നേഷൻസ് എന്ന്. എന്താണ് P5 നേഷൻസ് എന്ന്? P5 അംഗരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ എന്നിവയാണ്. P5 രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ എന്നിവയാണ്. P5 രാഷ്ട്രങ്ങൾ പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് കൊടുത്ത് വെച്ചേക്കുക. ABCRF എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. ABCRF എന്നങ്ങ് പഠിച്ചു വെക്കുക. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, B എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ്. അപ്പോ P5 രാഷ്ട്രങ്ങൾ പഠിക്കുന്നതിനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ, ABCRF എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ A എന്ന് പറഞ്ഞാൽ അമേരിക്ക, B എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ, അതുപോലെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ്. അപ്പൊ കോഡ് എന്താണ്, ABCRF എന്നങ്ങ് പഠിച്ചു വെക്കുക. UN രക്ഷാസമിതിയിലെ അസ്ഥിരാംഗങ്ങളുടെ എണ്ണം 10 ആണ്. അസ്ഥിരാംഗങ്ങൾ എന്ന് വെച്ചാൽ സ്ഥിരമല്ലാത്ത അംഗങ്ങൾ എന്ന്. കേട്ടോ, എണ്ണം എത്രയാ, 10 ആണ്. അസ്ഥിരാംഗങ്ങളുടെ കാലാവധി 2 വർഷം. അപ്പോ നമ്മുടെ UN രക്ഷാസമിതിയിലെ അസ്ഥിരാംഗങ്ങളുടെ കാലാവധി എത്രയാ, 2 വർഷമാണ്. UN രക്ഷാസമിതിയിൽ P5 രാഷ്ട്രങ്ങൾക്കുള്ള പ്രത്യേക അധികാരം അറിയപ്പെടുന്ന പേരാണ് വീറ്റോ അധികാരം. ഈ അധികാരം ഉള്ളത് കൊണ്ടാണ് പല രാജ്യങ്ങളും UN സ്ഥിര രക്ഷാസമിതിയിൽ കയറി പറ്റാനായിട്ട് ശ്രമിക്കുന്നത്. കേട്ടോ, അപ്പോ UN രക്ഷാസമിതിയിൽ P5 രാഷ്ട്രങ്ങൾക്ക് മാത്രമുള്ള അധികാരമാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. ഇതും UN ഭരണഘടനയ്ക്ക് എതിരാണ്. അതുകൂടെ ഓർത്തു വെച്ചോളേ. UN രക്ഷാസമിതിയിലെ P5 രാഷ്ട്രങ്ങൾക്ക് മാത്രമുള്ള അധികാരം അറിയപ്പെടുന്ന പേരെന്താ, വീറ്റോ അധികാരം. രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസാക്കാൻ വേണ്ട വോട്ടുകളുടെ എണ്ണം 9 ആണ്. രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസാക്കാൻ വേണ്ട വോട്ടുകളുടെ എണ്ണം എത്രയാണ്, 9 ആണ്. എന്നാൽ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസാക്കുന്നതിന് 5 സ്ഥിര അംഗങ്ങളുടെ വോട്ട് നിർബന്ധമായും നേടിയിരിക്കണം. ഇതാണ് പ്രശ്നം. രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസാക്കുന്നതിന് 5 സ്ഥിര അംഗങ്ങളുടെ വോട്ട് നിർബന്ധമായി നേടിയിരിക്കണം. അതിനോടൊപ്പം തന്നെ മിനിമം 9 വോട്ടുകൾ അല്ലാതെയും ആര് നേടണം, നമ്മുടെ രക്ഷാസമിതിയിലെ ഒരു പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ. അതുകൂടെ സുഹൃത്തുക്കളെന്ന് ഓർത്തു വെച്ച് പഠിക്കുക. ഭൂമിശാസ്ത്രപരമായാണ് UN രക്ഷാസമിതിയിലേക്ക് അസ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സ്ഥിരാംഗങ്ങൾ ഓൾറെഡി അവിടെ ഇരിപ്പോണ്ടേ. P5 നേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്, ABCRF എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ രാജ്യങ്ങളെല്ലാം അവിടെയുണ്ട്. എന്നാൽ ഭൂമിശാസ്ത്രപരമായാണ് UN രക്ഷാസമിതി അസ്ഥിരാംഗങ്ങളെ, സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ UN രക്ഷാസമിതി അസ്ഥിരാംഗങ്ങൾ അഥവാ സ്ഥിരതയില്ലാത്ത, സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. അപ്പോ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഭൂമിശാസ്ത്രപരമായിട്ടാണ് UN
രക്ഷാസമിതി അസ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? അതെങ്ങനെയാണെന്ന് നോക്കാം. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും 5 രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഏഷ്യൻ ആഫ്രിക്കൻ കോണ്ടിനെന്റുകളിൽ നിന്നും എത്രയാണ്? 5 രാജ്യങ്ങള്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും 3 രാജ്യങ്ങള്, ലാറ്റിൻ അമേരിക്കയിൽ നിന്നും 3 രാജ്യങ്ങള്. പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും 1 അതുപോലെ പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും 1. അപ്പൊ മൊത്തം എത്ര പേരായി? 10 പേരായില്ലേ സുഹൃത്തുക്കളെ? സെറ്റാണേ. അപ്പോ ഭൂമിശാസ്ത്രപരമായിട്ട് UN രക്ഷാസമിതിയിലേക്ക് അസ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും 5 രാജ്യങ്ങള്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും 3 രാജ്യങ്ങള്, പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് 1, പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും 1 രാജ്യം. ഇങ്ങനെ 10 രാജ്യങ്ങളെ ആര് തിരഞ്ഞെടുക്കുന്നു? UN രക്ഷാസമിതി തിരഞ്ഞെടുക്കും. ഏറ്റവും കൂടുതൽ തവണ UN രക്ഷാസമിതിയിലേക്ക് താൽക്കാലിക അംഗമായ രാജ്യം ജപ്പാനാണ്. 11 തവണ. പഠിച്ചോളനെ. ഏറ്റവും കൂടുതൽ തവണ UN രക്ഷാസമിതിയിലേക്ക് താൽക്കാലിക അംഗമായ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ജപ്പാനാണ്. ജപ്പാൻ എത്ര തവണ തിരഞ്ഞെടുത്തു സുഹൃത്തുക്കളെ? 11 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ എത്ര തവണയാണ് UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിട്ടുള്ളതെന്ന് ചോദിച്ചാല് 8 തവണയാണ്. പഠിച്ചോളനെ. പഴയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7 തവണയെന്ന് കിടക്കും. അല്ല, 8 തവണ എന്തായിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യ UNന്റെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എത്ര തവണ UNന്റെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിട്ടുണ്ട്? 8 തവണയായിട്ടുണ്ട്. അവസാനമായി ഇന്ത്യ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ വർഷം 2021, 2022 കാലയളവില്. അവസാനമായിട്ട് ഇന്ത്യ UNന്റെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ വർഷം എത്രയാ? 2021, 2022 കാലഘട്ടത്തിലാണ്. അടുത്തായി ഇന്ത്യ UNന്റെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമാകാൻ പോകുന്ന വർഷം 2028, 2029 ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചോളണേ. അടുത്തതായിട്ട് ഇന്ത്യ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമാകാൻ പോകുന്ന വർഷം എത്രയാ? 2028, 2029 കാലഘട്ടത്തിലാണ്. ഇപ്പോൾ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരിക്കുന്ന ഇന്ത്യയുടെ വിദേശ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. ഇങ്ങനെയുള്ള പോയിന്റ് ഒക്കെ PSC ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. പഠിക്കുക. ഇപ്പോൾ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരിക്കുന്ന ഇന്ത്യയുടെ വിദേശ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനാണ്. 2025 മുതൽ 2026 വരെ പാകിസ്ഥാൻ എന്തിന്റെ ഭാഗമാണ്? UNന്റെ രക്ഷാസമിതിയുടെ താൽക്കാലിക അംഗമാണ്. സ്ഥിരമംഗമല്ല, താൽക്കാലിക അംഗമായിട്ട് തുടരുന്നതാണ്. ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. UN രക്ഷാസമിതിയിലേക്ക് താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയിലെ വോട്ടെടുപ്പിലൂടെയാണ്. പൊതുസഭയിലെ അംഗങ്ങളിൽ 3ൽ 2 പേർ അനുകൂലിക്കുകയും വേണം. ഇമ്പോർട്ടന്റ് ആണ്. UN രക്ഷാസമിതിയിലേക്ക് താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയിലെ വോട്ടെടുപ്പിലൂടെയാണ്. പൊതുസഭയിലെ അംഗങ്ങളിൽ 3ൽ 2 പേരും എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളെ അനുകൂലിക്കുകയും വേണം. എന്നിൽ മാത്രമേ ആ രാജ്യം UNന്റെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. UNന്റെ രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സ്ഥിര അംഗ പദവി നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് G4 നേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളനെ. രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളുടെ എണ്ണം വികസിപ്പിച്ചുകൊണ്ട് സ്ഥിര അംഗ പദവി നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G4 നേഷൻസ് എന്നറിയപ്പെടുന്നത്. ഈ G4 നേഷൻസ് ആരൊക്കെയെന്ന് ചോദിച്ചാല് ഇന്ത്യ, ജപ്പാൻ, ബ്രസീല്, ജർമ്മനി എന്നിവയാണ്. പഠിച്ചോളനെ. G4 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി എന്നിവയാണ്. ഇത് പഠിക്കുവാനുള്ള ഈസി കോഡ് പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ. ഒന്നുമില്ല, ബിഗ് ജെ എന്നങ്ങ് പഠിക്കുക. എന്താണ് ബിഗ് ജെ എന്നോ അല്ലെങ്കിൽ ജപ്പാൻ ബിഗ് ആണെന്നോ പഠിച്ചു വെക്കുക. അപ്പോൾ G4 രാജ്യങ്ങളുടെ കോഡ് എന്താണ്? ബിഗ് ജെ എന്ന് പഠിക്കുക. ഇതിൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലാണ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയാണ്, അതുപോലെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനാണ്. ജർമ്മനി G ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളണേ. J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനാണ്. അപ്പോൾ G4 രാജ്യങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി എന്നിവയാണ്. ഇത് പഠിക്കേണ്ട കോഡ് എന്താ സുഹൃത്തുക്കളെ? ബിഗ് ജെ എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ബ്രസീലാണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയാണ്. അതുപോലെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ജപ്പാനാണ്. പഠിച്ചു വെക്കുക. G4 രാജ്യങ്ങളുടെ കൂട്ടായ്മയെ എതിർക്കുന്ന സംഘടനയാണ് കോഫി ക്ലബ് എന്നറിയപ്പെടുന്നത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ. G4 രാജ്യങ്ങളുടെ കൂട്ടായ്മയെ എതിർക്കുന്ന സംഘടന അറിയപ്പെടുന്ന പേരാണ് കോഫി ക്ലബ് എന്ന്. എന്തെന്ന് അറിയപ്പെടുന്നത്? കോഫി ക്ലബ് എന്ന്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് സാമ്പത്തിക സാമൂഹിക സമിതി. ഏതാണ്? സാമ്പത്തിക സാമൂഹിക സമിതി. UNന്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്നതാണ് സാമ്പത്തിക സാമൂഹിക സമിതി അഥവാ എക്കോസോക്ക് എന്ന് പറയും കേട്ടോ. പഠിച്ചോളണേ.
യുഎന്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. യുഎന്നിന്റെ ഘടകങ്ങളുടെയും അനുബന്ധ ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സമിതി സാമ്പത്തിക സാമൂഹിക സമിതി. യുഎന്റെ ഘടകങ്ങളുടെയും അനുബന്ധ ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സമിതി എന്നറിയപ്പെടുന്നത് ആരാ? സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. സാമ്പത്തിക സാമൂഹിക സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 54. ഇത് തുടക്കത്തിൽ 18 രാജ്യങ്ങളായിരുന്നു. പഠിച്ചോളനെ, സാമ്പത്തിക സാമൂഹിക സമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 54. തുടക്കത്തിൽ ഇത് എത്രയായിരുന്നു? 18 ആയിരുന്നു. 54 അംഗസംഖ്യയുള്ള ഈ സമിതി ഓരോ 3 വർഷം കൂടുമ്പോഴും ജനറൽ അസംബ്ലിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നു. വീണ്ടും പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 54 അംഗങ്ങളുള്ള സാമ്പത്തിക സാമൂഹിക സമിതി ഓരോ 3 വർഷം കൂടുമ്പോഴും ജനറൽ അസംബ്ലിയിലൂടെ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്നു. പഠിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസനം ചർച്ച ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിലിംസിന് ചോദിച്ചത്, അതുകൊണ്ട് അത് പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസനം ചർച്ച ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. വീണ്ടും പറയുന്നു, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസനം ചർച്ച ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ഡാറ്റ ശേഖരണം, വികസന പ്രശ്നങ്ങൾ നിരീക്ഷിക്കൽ, നയശുപാർശകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന യുഎന്റെ സമിതി എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. പഠിച്ചോളനെ, ഡാറ്റ ശേഖരണം, വികസന പ്രശ്നങ്ങൾ നിരീക്ഷിക്കൽ, നയ ശുപാർശകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന യുഎൻ സമിതി എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിൽ 12 കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിൽ 12 കമ്മീഷനുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ പരമപ്രധാനമായ കമ്മീഷനുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാന കമ്മീഷനുകൾ: സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ, കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്, കമ്മീഷൻ ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ, കമ്മീഷൻ ഓൺ നർക്കോട്ടിക്സ് ഡ്രഗ്സ്, കമ്മീഷൻ ഓൺ ക്രൈം പ്രിവെൻഷൻ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, കമ്മീഷൻ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ഡെവലപ്മെന്റ്, യുണൈറ്റഡ് നേഷൻ ഫോറം ഓൺ ഫോറസ്റ്റ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിൽ വരുന്ന കമ്മീഷനുകൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിൽ വരുന്ന പ്രധാന കമ്മീഷനുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ, കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്, കമ്മീഷൻ ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ, കമ്മീഷൻ ഓൺ നർക്കോട്ടിക്സ് ഡ്രഗ്സ്, കമ്മീഷൻ ഓൺ ക്രൈം പ്രിവെൻഷൻ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, കമ്മീഷൻ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ഡെവലപ്മെന്റ്, യുണൈറ്റഡ് നേഷൻ ഫോറം ഓൺ ഫോറസ്റ്റ്. ഇത്രയും സുഹൃത്തുക്കളെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഏതാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. യുഎൻ അംഗരാജ്യങ്ങളുടെയും യുഎൻ ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഘടകം എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. യുഎൻ അംഗരാജ്യങ്ങളുടെയും യുഎൻ ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഘടകം എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നീതിന്യായ വിഭാഗം എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നീതിന്യായ വിഭാഗം എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. യുഎൻ പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏക ഘടകം എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. യുഎന്റെ പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏക ഘടകം എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന ഏത് രാഷ്ട്രത്തിൽ വെച്ചും സമ്മേളിക്കുവാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് അധികാരമുണ്ട്. ഇത് പഠിച്ചു വെച്ചോളണം. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമായിട്ട് PSC ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന ഏതൊരു രാഷ്ട്രത്തിൽ വെച്ചിട്ടും സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് അധികാരമുണ്ട്. പഠിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15 ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി സമ്മേളിക്കുന്നതിന് വേണ്ട കോറം തികയ്ക്കാൻ ആവശ്യമായ ജഡ്ജിമാരുടെ എണ്ണം 9 ആണ്. എന്താ കോറം എന്ന് ചോദിച്ചാല്
ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മിനിമം ഇത്ര പേര് വേണമെന്നില്ലേ സുഹൃത്തുക്കളെ? അങ്ങനെയുള്ള ജഡ്ജിമാരുടെ എണ്ണം എത്രയാ? 9 അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സമ്മേളിക്കുന്നതിന് വേണ്ട ക്വാറം തികയ്ക്കാൻ ആവശ്യമായ ജഡ്ജിമാരുടെ എണ്ണം 9. ജഡ്ജിമാരുടെ കാലാവധി 9 വർഷമാണ്. പഠിച്ചോളനെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ്? 9 വർഷമാണ്. കോടതിയുടെ പ്രസിഡന്റ് അഥവാ ചീഫ് ജസ്റ്റിസിനും വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി 3 വർഷമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. ജഡ്ജിമാരുടെ കാലാവധി 9 വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് അഥവാ ചീഫ് ജസ്റ്റിസിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി എത്രയാണ്? 3 വർഷമാണ്. കാലാവധി കഴിഞ്ഞ ജഡ്ജിമാരെ വീണ്ടും നിയമിക്കുവാനുള്ള അവകാശം അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കുണ്ട്. വീണ്ടും വന്നിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ലെവൽ പഠിക്കേണ്ട പോയിന്റ്. കാലാവധി കഴിഞ്ഞ ജഡ്ജിമാരെ വീണ്ടും നിയമിക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ആയിരിക്കും. പഠിച്ചോളനെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഔദ്യോഗിക ഭാഷ ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ആയിരിക്കും പഠിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് UN പൊതുസഭയും രക്ഷാസമിതിയും ചേർന്നാണ്. ഇതും സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് വരും, പഠിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാ? UN പൊതുസഭയും രക്ഷാസമിതിയും ചേർന്നാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാർ അവരുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ പാടില്ല. സ്വതന്ത്ര മജിസ്ട്രേറ്റുകളായിരിക്കും ഇവർ. പഠിച്ചോളണേ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിമാർക്ക് അവരുടെ സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ പാടില്ല. അവര് സ്വതന്ത്രരായിട്ടുള്ള മജിസ്ട്രേറ്റുകളായിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഉയർന്ന ജുഡീഷ്യൽ ഓഫീസുകളിലേക്കുള്ള നിയമനത്തിന് അതാത് രാജ്യങ്ങളിൽ ആവശ്യമായ യോഗ്യതയുള്ളവർക്കും ജഡ്ജിമാരായിട്ട് നിയമിക്കാൻ കഴിയും. ആ രാജ്യത്തിന് ഓക്കെയാണ്. ഉയർന്ന ജുഡീഷ്യൽ ഓഫീസുകളിലേക്കുള്ള നിയമനത്തിന് അതാത് രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജഡ്ജിമാരെ അവർക്ക് നിയമിക്കാം, പക്ഷെ അവരുടെ യോഗ്യത ഉണ്ടായിരിക്കണം. അന്താരാഷ്ട്ര നിയമത്തിൽ അംഗീകൃത യോഗ്യത ഉള്ളവരായിരിക്കണം ജഡ്ജിമാരാകേണ്ടത്. അന്താരാഷ്ട്ര നിയമത്തിന് അംഗീകൃതമായിട്ടുള്ള യോഗ്യത ഉള്ളവരായിരിക്കണം ജഡ്ജിമാരാകേണ്ടത്. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആഫ്രിക്കയിൽ നിന്നും 3 വ്യക്തികൾ, ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കരീബിയനിൽ നിന്നും 2 പേര്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും കരീബിയനിൽ നിന്നും എത്രയാണ്? 2 പേരാണ്. ഏഷ്യയിൽ നിന്നും 3 വ്യക്തിത്വങ്ങൾക്ക്, പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും 5 പേര്, പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും 5 പേര്, കിഴക്കൻ യൂറോപ്പിൽ നിന്നും 2 പേര്. പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് 5 പേരും കിഴക്കൻ യൂറോപ്പിൽ നിന്നും 2 പേരുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. 3 പേർ ആഫ്രിക്കയിൽ നിന്നും, 2 പേർ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും, അതുപോലെ തന്നെ കരീബിയയിൽ നിന്നും. ഏഷ്യയിൽ നിന്നും 3 പേര്, പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് 5 പേരും, അതുപോലെ കിഴക്കൻ യൂറോപ്പിൽ നിന്നും എത്ര പേരാണ്? 2 പേരുമാണ്. പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളതാണ് UN സെക്രട്ടേറിയറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് UN സെക്രട്ടേറിയറ്റ്. UN ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. UN ഭരണനിർവഹണ ഘടകം എന്നറിയപ്പെടുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റിന്റെ അധിപൻ സെക്രട്ടറി ജനറൽ ആണ്. സെക്രട്ടേറിയറ്റിന്റെ അധിപൻ ആരാ? സെക്രട്ടറി ജനറൽ ആണ്. രക്ഷാസമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൊതുസഭയാണ് സെക്രട്ടേറിയറ്റ് ജനറലിനെ തിരഞ്ഞെടുക്കുന്നത്. രക്ഷാസമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൊതുസഭയാണ് സെക്രട്ടേറിയറ്റ് ജനറലിനെ തിരഞ്ഞെടുക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജനറലിന്റെ ഭരണകാലാവധി 5 വർഷം. പഠിച്ചോളണേ, സെക്രട്ടേറിയറ്റ് ജനറലിന്റെ ഭരണകാലാവധി എത്രയാ? 5 വർഷമാണ്. സെക്രട്ടേറിയറ്റ് ജനറലിന്റെ ഔദ്യോഗിക വസതി മാൻഹാട്ടനിലെ സട്ടൺ പ്ലേസിലാണ്. പഠിച്ചോളണേ, സെക്രട്ടേറിയറ്റ് ജനറലിന്റെ ഔദ്യോഗിക വസതി എവിടെയാണ്? മാൻഹാട്ടനിലെ സട്ടൺ പ്ലേസിലാണ്. ആഗോള സമാധാനത്തിന്റെയും സുരക്ഷയ്ക്കും ഭീഷണിയായേക്കാവുന്ന ഏത് കാര്യവും UNOയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സെക്രട്ടേറിയറ്റ് ജനറലിന് കഴിയുന്നു. ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് ചോദിക്കും. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായേക്കാവുന്ന ഏതൊരു കാര്യവും UN ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അവകാശം ആർക്കുണ്ട്? സെക്രട്ടേറിയറ്റ് ജനറലിന് അവകാശമുണ്ട്. പഠിക്കുക. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ജോലിയെ ആശ്രയിച്ച് ആഗോളതലത്തിലും പ്രാദേശികമായും റിക്രൂട്ട് ചെയ്യുന്നു. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ജോലിയെ ആശ്രയിച്ച് ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും റിക്രൂട്ട് ചെയ്യുന്നു. സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ, സാമ്പത്തികവും സാമൂഹികവുമായ ആഗോള പ്രശ്നങ്ങൾ പരിശോധിക്കുക, ആഗോള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുക, ആഗോള കോൺഫറൻസുകൾ നടത്തുക, ആഗോള കരാറുകൾക്ക് മധ്യസ്ഥത വഹിക്കുക എന്നിവയാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ചുമതലകൾ. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ചുമതലകൾ അങ്ങ് പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ആഗോള പരിപാലന പ്രവർത്തനങ്ങൾക്ക്, സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക,
സാമ്പത്തികവും സാമൂഹികവുമായ ആഗോള പ്രശ്നങ്ങൾ പരിശോധിക്കുക, ആഗോള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുക, ആഗോള കോൺഫറൻസുകൾ നടത്തുക, ആഗോള കരാറുകൾക്ക് മധ്യസ്ഥത വഹിക്കുക എന്നിവയാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ചുമതലകൾ. പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് UN സെക്രട്ടറി ജനറൽമാരും UN സെക്രട്ടറി ജനറൽമാരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്തു നിന്ന് 3 ചോദ്യം PSC പ്രീവിയസ് ആയി ഇപ്പോൾ കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മൾ എടുത്തു പറയുവാണ്. UN സെക്രട്ടറി ജനറൽമാരും. UN ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയ വ്യക്തിത്വമാണ് ട്രിഗേലി. ഇദ്ദേഹം നോർവേക്കാരനാണ്. പഠിച്ചോളനെ. UN ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാ? ട്രിഗേലിയാണ്. ഇദ്ദേഹം നോർവേക്കാരനാണ്. UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ ട്രിഗേലിയാണ്. UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ യൂറോപ്യൻ ട്രിഗേലിയാണ്. UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ സ്കാൻഡിനേവിയൻ രാജ്യക്കാരനാരെന്ന് ചോദിച്ചാൽ അത് ട്രിഗേലിയാണ്. പഠിച്ചോളനെ. UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ സ്കാൻഡിനേവിയൻ രാജ്യക്കാരനാരെന്ന് ചോദിച്ചാൽ അത് ട്രിഗേലിയാണ്. UN സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ആദ്യത്തെ വ്യക്തി ട്രിഗേലിയാണ്. ഇത്രയും ട്രിഗേലിയെ കുറിച്ച് പഠിക്കണം. UN സെക്രട്ടറി ജനറൽ സ്ഥാനം രാജിവെച്ച ആദ്യത്തെ വ്യക്തിത്വമാരാണ്? ട്രിഗേലിയാണ്. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. UN സെക്രട്ടറി ജനറൽ ആയിരിക്കെ മരണപ്പെട്ട വ്യക്തിത്വം ഡാഗ് ഹാമർഷോൾഡ്. പഠിച്ചോളനെ. UN സെക്രട്ടറി ജനറൽ ആയിരിക്കെ മരണപ്പെട്ട വ്യക്തിത്വമാരാണ്? ഡാഗ് ഹാമർഷോൾഡ് ആണ്. മരണാനന്തരം നൊബേൽ ലഭിച്ച ആദ്യ UN സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർഷോൾഡ് ആണ്. മരണാനന്തരം നൊബേൽ ലഭിച്ച ആദ്യത്തെ UN സെക്രട്ടറി ജനറൽ ആരാണ്? ഡാഗ് ഹാമർഷോൾഡ് ആണ്. മരണപ്പെട്ട UN സമാധാന പോരാളികൾക്ക് UNO നൽകുന്ന അവാർഡാണ് ഡാഗ് ഹാമർഷോൾഡർ അവാർഡ്. പഠിച്ചോളനെ. മരണപ്പെട്ട UN സമാധാന പോരാളികൾക്ക് UNO നൽകുന്ന അവാർഡാണ് ഡാഗ് ഹാമർഷോൾഡർ അവാർഡ്. UN ലൈബ്രറി അറിയപ്പെടുന്ന പേര് ഡാഗ് ഹാമർഷോൾഡർ നാമത്തിലാണ്. പഠിച്ചോളനെ. UN ലൈബ്രറി അറിയപ്പെടുന്ന പേരെന്താണ്? ഡാഗ് ഹാമർഷോൾഡിന്റെ നാമത്തിലാണ്. ഇതും കൂടെ സുഹൃത്തുക്കളെന്ന് ഓർത്തുവെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. UN സെക്രട്ടറി ജനറൽ പദവി വഹിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയാകുന്ന വ്യക്തിയാണ് കുർട്ട് വാൾട്ട് ഹൈം. പഠിച്ചോളനെ. UN സെക്രട്ടറി ജനറൽ പദവി വഹിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കുർട്ട് വാൾട്ട് ഹൈം ആണ്. UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ഏഷ്യക്കാരൻ യൂത്താൻഡ് ആണ്. പഠിച്ചോളനെ. UN സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? യൂത്താൻഡ് ആണ്. ഏറ്റവും കൂടുതൽ കാലം UN സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിത്വം യൂത്താൻഡ് ആണ്. പഠിച്ചോളനെ. ഏറ്റവും കൂടുതൽ കാലം UN സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച വ്യക്തിത്വമാരാണ്? യൂത്താൻഡ് ആണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ UN സെക്രട്ടറി ജനറൽ ജാവിയൻ പെരസ് ഡിക്വയർ ആണ്. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ UN സെക്രട്ടറി ജനറൽ ആരാണ്? ജാവിയൻ പെരസ് ഡിക്വയർ ആണ്. UN സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി ജാവിയൻ പെരസ് ഡിക്വയർ ആണ്. UN സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ജാവിയൻ പെരസ് ഡിക്വയർ ആണ്. പഠിക്കുക. UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജൻ എന്നറിയപ്പെടുന്നത് ബുട്രോസ് ഖാലിയാണ്. പഠിച്ചോളെ. ഈജിപ്ഷ്യൻ വംശജനാണ്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെച്ചേക്കണം. ഇമ്പോർട്ടന്റ് ആണ്. UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബുട്രോസ് ഖാലിയാണ്. ഇദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ വംശജനാണ്. ഏറ്റവും കുറച്ചു കാലം UN സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ബുട്രോസ് ഖാലിയാണ് കേട്ടോ. ഏറ്റവും കുറച്ചു കാലം UN ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിത്വമാരാണ്? ബുട്രോസ് ഖാലിയാണ്. UN ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോഫി അന്നൻ ആണ്. അദ്ദേഹം ഘാന രാജ്യക്കാരനാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുള്ളതാണ്. UN ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് ജനറൽ കോഫി അന്നൻ ആണ്. അദ്ദേഹം ഒരു ഘാനക്കാരനായ വ്യക്തിത്വമാണ്. നൊബേൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ UN സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോഫി അന്നൻ ആണ്. നൊബേൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ UN സെക്രട്ടറി ജനറൽ ആരാ? കോഫി അന്നൻ ആണ്. UN സെക്രട്ടറി ജനറൽ ആകുന്ന രണ്ടാമത്തെ ഏഷ്യക്കാരൻ ബാൻ കി മൂൺ ആണ്. അദ്ദേഹം സൗത്ത് കൊറിയക്കാരനാണ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. UN സെക്രട്ടറി ജനറൽ ആകുന്ന രണ്ടാമത്തെ ഏഷ്യക്കാരൻ ആരാ? ബാൻ കി മൂൺ ആണ്. ഇദ്ദേഹം സൗത്ത് കൊറിയൻ വ്യക്തിത്വമാണ്. ബാൻ കി മൂണിനെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി ശശി തരൂർ ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാൻ കി മൂണിനെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച, അതായത് നമ്മുടെ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച മലയാളി ആരാ? ശശി തരൂരാണ്. നിലവിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആരാണ്? അന്റോണിയോ ഗുട്ടാറസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് UNOയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ഇന്ത്യയിൽ ആരൊക്കെ എന്തൊക്കെ UN ഭാഗമായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. UN ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഉത്സവം ദീപാവലി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളനെ. UN ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഉത്സവം ഏതാണ്? ദീപാവലിയാണ്. UN പോസ്റ്റൽ സർവീസ് ഫോർ എവർ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ആദ്യ ഇന്ത്യൻ ഉത്സവം ദീപാവലിയാണ്. UN പോസ്റ്റൽ സർവീസ് ഫോർ എവർ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട
ഇന്ത്യൻ ഉത്സവം ഏതാണ്? ദീപാവലിയാണ്. യുഎന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി യുഎൻ ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ്. അത് വിവർത്തനം ചെയ്ത വ്യക്തിത്വത്തിന്റെ പേര് മറക്കരുത്, ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ് കേട്ടോ. യുഎന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് യുഎൻ ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ്. ഇത് വിവർത്തനം ചെയ്ത വ്യക്തിത്വം ആരാ? ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ്. യുഎൻ സുസ്ഥിര ഗതാഗത വികസന ഉന്നമന സമിതിയിലേക്ക് ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഇ ശ്രീധരനാണ്. നമ്മുടെ സ്വന്തം ഇ ശ്രീധരനാണ് യുഎന്റെ സുസ്ഥിര ഗതാഗത വികസന ഉന്നമന സമിതിയിലേക്ക് ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ്? ഇ ശ്രീധരനാണ്. യുഎൻഒയുടെ അണ്ടർ സെക്രട്ടറിയായ ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂരാണ്. യുഎൻഒയുടെ അണ്ടർ സെക്രട്ടറിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരാ? ശശി തരൂരാണ്. യുഎൻഒയുടെ അണ്ടർ സെക്രട്ടറിയായി 2019 വീണ്ടും നിയമിതനായ ഇന്ത്യൻ അതുൽ ഖാരെയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്, കറണ്ട് അഫേഴ്സ് ആണ്. യുഎൻഒയുടെ അണ്ടർ സെക്രട്ടറിയായി 2019 വീണ്ടും നിയമിതനായ ഇന്ത്യൻ ആരാണ്? അതുൽ ഖാരെയാണ്. 2024 യുഎൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി നിയമിതനായ ഇന്ത്യക്കാരൻ കമൽ കിഷോർ ആണ്. പഠിക്കുക, 2024 യുഎന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? കമൽ കിഷോർ ആണ്. യുഎൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഏക ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് ശശി തരൂർ ആണ്. യുഎൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഏക ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാ? ശശി തരൂർ ആണ്. യുഎൻ പൊതുസഭയിൽ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. യുഎൻ പൊതുസഭയിൽ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിത്വം മാതാ അമൃതാനന്ദമയി. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിത്വം മാതാ അമൃതാനന്ദമയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച വ്യക്തിത്വം AB വാജ്പേയി ആണ്. പഠിച്ചോളനെ, ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച വ്യക്തിത്വം ആരാണ്? AB വാജ്പേയി ആണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ പ്രസംഗിച്ച നേതാവ് മഹീന്ദ്ര രാജപക്സെയാണ്. പൊതുസഭയിൽ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ പ്രസംഗിച്ച നേതാവ് ആരാണ്? മഹീന്ദ്ര രാജപക്സെയാണ്. ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തി VK കൃഷ്ണമേനോൻ. ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായിട്ട് 8 മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തി VK കൃഷ്ണമേനോൻ ആണ്. പഠിക്കുക. യുഎൻ പൊതുസഭയിൽ പ്രസംഗിച്ച് ലോകശ്രദ്ധ നേടിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി യുഗരത്ന ശ്രീവാസ്തവ. പഠിച്ചോളനെ, യുഎൻ പൊതുസഭയിൽ പ്രസംഗിച്ച് ലോകശ്രദ്ധ നേടിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി ആരാ? യുഗരത്ന ശ്രീവാസ്തവയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത കിരൺ ബേദി. ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് കിരൺ ബേദിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളി ശശി തരൂരാണ്. ഐക്യരാഷ്ട്രസഭയില് പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളി ആരാ? ശശി തരൂരാണ്. നിലവിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്നറിയപ്പെടുന്നത് പർവതനേനി ഹരീഷ് ആണ്. പഠിച്ചോളണം, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ പഴയ പേര് കാണും, അപ്പോൾ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. നിലവിൽ ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്നറിയപ്പെടുന്നത് പർവതനേനി ഹരീഷ് ആണ്. ആരാണ്? പർവതനേനി ഹരീഷ് ആണ്. ഇന്ത്യയിൽ നിന്നുള്ള 23ാമത് ഐക്യരാഷ്ട്ര സഭയുടെ സ്ഥിരം പ്രതിനിധി എന്നറിയപ്പെടുന്നത് പർവതനേനി ഹരീഷ് ആണ്. ഇന്ത്യയിൽ നിന്നുള്ള 23ാമത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി എന്നറിയപ്പെടുന്നത് പർവതനേനി ഹരീഷ് ആണ്. പർവതനേനി ഹരീഷിന് മുൻപ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധിയായിരുന്നത് രുചിറാം കാംബെയാണ്. ഇതാണ് പഠിച്ചോളാൻ പറഞ്ഞത്. കാരണം എന്തെന്ന് ചോദിച്ചാല് ചില ടെക്സ്റ്റ് പുസ്തകങ്ങളിലൊക്കെ രുചിറാം കാംബെ എന്ന് കാണും. ഇപ്പോ 2024 സെപ്റ്റംബറോടുകൂടി നമ്മുടെ പർവതനേനി ഹരീഷ് സ്ഥാനമേറ്റിട്ടുണ്ട്. അപ്പോൾ പർവതനേനി ഹരീഷിന് മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി ആരായിരുന്നു? അത് രുചിറാ കാംബെ ആയിരുന്നു. ആരാണ്? രുചിറാ കാംബെ ആയിരുന്നു. ഇത്രയും പോയിന്റ്സ് എങ്കിലും നമ്മൾ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അഥവാ UNOയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇതിപ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിനോട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ക്ലാസ് എടുത്തത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസ്. പ്രത്യേകിച്ച് PSCയിൽ നിന്നും ഏകദേശം 8ഓളം ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെ ഇനി വരുന്ന പ്രിലിമിനറി എക്സാമിന് ഉറപ്പായിട്ടും ഒരു ചോദ്യം നമുക്ക് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനിൽ നിന്ന് പഠിക്കാൻ കഴിയും, ചോദിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.